Hi guys, welcome back to Car Garage. Car Garage finally the area full ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഔട്ടർ ലുക്കും കാര്യങ്ങളൊക്കെ ആദ്യം കാണാം. നമ്മൾ എന്തൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ബോണറ്റ് പോവാം. ബോണറ്റിൻ്റെ ഈ ഒരു ഏരിയയിൽ നമ്മളൊരു ഗ്രില്ല് നമ്മൾ ഇൻ്റർകൂളറിലേക്ക് വരാവുന്ന രീതിയിലുള്ള ഒരു ഗ്രില്ല് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മെറ്റലാണ്. മെറ്റൽ വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഈ ഏരിയയിൽ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമ്മളൊരു പിയാനോ ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു യെല്ലോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ഹെഡ് ലൈറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഒരു ഹെഡ് ലൈറ്റിന് ഏകദേശം ഒരു 8,500 9 രൂപ സംതിങ് റേറ്റ് വരുന്നുണ്ട്. 9,9 18 രൂപ സംതിങ് ഹെഡ് ലൈറ്റ് മാത്രം വന്നിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പർ നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന ബമ്പറും തന്നെയാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് പെയിൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചു. ഇവിടെ ഒരു മാറ്റ് ഫിനിഷിങ് കൊടുത്തു. ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷിങ്ങിൽ കളർ പറയുകയാണെങ്കിൽ അറ്റ്ലാന്റിക് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള BMW പറഞ്ഞ കളറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡുവൽ ടോൺ കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്കുള്ള വശങ്ങൾ മൊത്തം പിയാനോ ഫിനിഷിങ്ങിലും പിന്നെ ബാക്കിയുള്ള ഏരിയ അറ്റ്ലാന്റിക് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള BMW പറഞ്ഞിട്ടുള്ള ബ്ലൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ മെറ്റൽ വെച്ചിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അതേപോലെ തന്നെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഒരു പിയാനോ ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. കാലിബർ കാര്യങ്ങളൊക്കെ റെഡ് ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഈ വെതർ സ്റ്റിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് റീപ്ലേസ് ചെയ്യും. ടോപ്പിൽ 2 ക്രോസ് ബാറുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിൽ സൈഡിൽ പറഞ്ഞ സ്കർട്ടിങ് ഓൾറെഡി ആര്യക്ക് സ്കർട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ആ സ്കർട്ടിങ് നമ്മളൊരു പിയാനോ ഫിനിഷിങ്ങിൽ അതിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ സൈഡും കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ ബാക്കിൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരിക്കുക നമ്മൾ ഇതിന് ലെജൻഡർ കിറ്റിൻ്റെ ബമ്പർ, അതായത് ഫോർച്യൂണറിന് പറഞ്ഞ ലെജൻഡർ ബമ്പർ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പകുതി ഫോർച്യൂണറിൻ്റെ ബമ്പറും ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് ആര്യയുടെ ബമ്പറുമാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ വന്നതാണ്. ഫോർച്യൂണർ പറഞ്ഞ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ടൈലിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യുന്നുണ്ടോ, അത് കുറച്ച് മോശമുണ്ട്. ഫ്രണ്ട് സെൻറ്ററിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ടാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാനൽ നമ്മൾ പിയാനോ ഫിനിഷിങ് കൊടുത്ത് ടാറ്റയുടെ ലോഗോ പിയാനോ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൻസേഴ്സ് ഫിറ്റ് ചെയ്യാൻ ബാക്കിയാണ്. ഈ ഏരിയയിലാണ് ബമ്പർ വന്നിരിക്കുന്നത്. താഴെ പറഞ്ഞ എക്സോസ്റ്റിന് നമ്മൾ സിൽവർ ആയിട്ടുള്ള ഒരു കവർ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ സീറ്റിന് എപ്പോഴും ചെയ്യാറുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 2 മെറ്റീരിയലാണ്. ഒന്ന് നാപ്പ പിന്നെ ഒന്ന് സ്ലിങ്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിക്ക് ഫുള്ളും അടിച്ചിരിക്കുന്ന സ്ലിങ്ക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. ഒരു മെറൂൺ ഫിനിഷിങ്ങിലുള്ള മെറ്റീരിയലാണ് നമ്മളിതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഡയമണ്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഡയമണ്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിന് വരുന്നില്ല. അത് കാരണം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇരിക്കേണ്ടി വരും. സൈഡിൽ നമ്മൾ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന വശങ്ങളിലൊക്കെ ഡയമണ്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടോപ്പ് വശങ്ങളൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിൽ തന്നെ സ്ലിങ്ക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ വരുന്ന പാഡുകളും കാര്യങ്ങളൊക്കെ ഒരു മെറൂൺ കളറിൽ തന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് സൈഡിലേക്ക് പോകണമെങ്കിൽ ഡോർ പാഡ് നമ്മൾ ബാക്ക് ചെയ്ത മാതിരി തന്നെ ഈ ഒരു രീതിയിൽ ഇവിടെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ നമ്മൾ സ്ലിങ്ക് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് കളറിലുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഡയമണ്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് പോകണം. സ്റ്റിയറിംഗ് വീൽ നമ്മൾ എന്തായാലും ചേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇതിന് നെഗറ്റീവ് പറയുന്ന അറിയാം. നമ്മൾ എക്സയ്ക്ക് പറഞ്ഞ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ എന്തായാലും റീപ്ലേസ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അതിന് എന്തായാലും വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റിയറിംഗ് വീൽ നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ 2 സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നോവകൾക്കൊക്കെ ചെയ്യണമാതിരി തന്നെ വിൻസ് തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരാൻ രീതിയിലുള്ള സീറ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ മെറ്റീരിയൽ ഞങ്ങൾ നേരത്തെ
നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. അതേപോലെ തന്നെ നമ്മൾ ഗീളൂറും കാര്യങ്ങളൊക്കെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ AC-യുടെ ഈ ഒരു വിൻഡോ കാര്യങ്ങളൊക്കെ കാർബൺ ഡിപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ ഉണ്ടോ സെങ്ക് മെറ്റീരിയൽ ഒട്ടിച്ചെടുത്ത് അതേപോലെ അതിനൊരു മെറൂൺ കളറിലുള്ള നൂല് ആഡ് ചെയ്തിട്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ജസ്റ്റ് പറയാം. നമ്മൾ ഈ ഒരു കളറായിരുന്നു നമ്മുടെ ഈ ഒരു ഏരിയകളിലൊക്കെ. അപ്പോൾ അതിനൊരു ബോറായിട്ട് തോന്നിയ കാരണമാണ് ഞങ്ങളൊരു ബ്ലാക്ക് കോമ്പിനേഷൻ ഇതിന് വരുത്തിയത്. അതിന് ഇതും റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തായാലും റീപ്ലേസ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു സീറ്റിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ വരുന്ന ഒരു ലിവർ ഉണ്ട്. സൈഡിൽ ഞാൻ ആ ഒരു സീറ്റുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണിച്ചാടാ സൈഡിൽ ടാറ്റ ആരിക്ക് വരുന്നതാണ്. നമ്മുടെ തണ്ടലിന് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഈ ഒരു ഏരിയ കണ്ട ഫ്രണ്ടിലേക്കും ബാക്കോട്ടേക്കും ആവും കണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ കർവ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള കംഫർട്ടബിളിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സീറ്റ് ചെയ്തപ്പോഴും അതും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. റേറ്റ് എത്രയ്ക്കായി എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വ്ലോഗുകളിൽ ഞാൻ അറിയിക്കാം. ടോട്ടൽ റേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ഗാരേജ് ഉണ്ടായിട്ട് പോലും എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വ്ലോഗുകളിലും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും അറിയിക്കുക, എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാം. പിന്നെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. ടാറ്റ ആരിയയുടെ ഫുള്ളായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതേപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഗാരേജിൻ്റെ തൊട്ടിപ്പുറത്തുള്ള പാടത്താണ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് കേട്ടോ. അതാണ് നമ്മുടെ ഗാരേജ് വരുന്നത്, മാളയിൽ വരുന്ന ഗാരേജ് വരുന്നത്. അപ്പോൾ തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു വണ്ടി റിട്ടേൺ നമ്മുടെ ഗാരേജിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ പരിപാടിക്ക് പോവാം. ഡ്യുവൽ കോമ്പിനേഷനിലുള്ള ഈ കളറിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ അറിയിച്ചേക്കിട്ടാ. ഇത് 4x4 വണ്ടി അല്ല എന്നാൽ പോലും ഈ ഒരു വണ്ടി എനിക്ക് ഏതൊരു ടെറയിലും ഓടിക്കാനായിട്ട് നല്ല ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് കേട്ടോ. അവിടെ നിന്ന് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മളുടെ ഗാരേജ്. ടാറ്റ ആരിയ ഒരു പാടത്തിൻ്റെ ഏരിയയിൽ കണ്ടെത്തിക്കോടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു ടൈം അടിപൊളിയായിട്ടുണ്ട്.